நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ പ്രധാനപ്പെട്ട തിരുത്തള്ളേണം എന്ന ആ അധ്യായം ഇനിയുള്ള 3 പാടലുകളിലൂടെ അവസാനിക്കുകയാണ്. നമുക്ക് അവസാനത്തെ പാടലുകളിലേക്ക് പ്രവേശിക്കാം. കളവായ സമയങ്ങൾ, ഒവ്വാത്ത ശാസ്ത്രങ്ങൾ, ചാഞ്ചല്യമേകവേ ചിത്തം പതറവേ, ചാഞ്ചല്യം തീർത്ത് തൻ കടലിന തന്നോൻ്റെ ചെയ്തിയെ വാഴ്ത്തി നാം തെള്ളേണം കൊട്ടാമേ. നാം ശിവൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് കൈകൊട്ടിപ്പാടാം എന്ന് പറയണം. കളവായ സമയങ്ങൾ, ഒവ്വാത്ത ശാസ്ത്രങ്ങൾ, ചാഞ്ചല്യമേകവേ ചിത്തം പതറവേ. അതായത് ഈ ഭൂമിയിൽ അനേകം കളവായ സമയങ്ങളുണ്ട്. സമയമെന്ന് വെച്ചാൽ ഇവിടെ മതം എന്നാണ് അർത്ഥം, വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ അനേകം മതവിശ്വാസങ്ങളുണ്ട്. ഒവ്വാത്ത ശാസ്ത്രങ്ങൾ, തെറ്റായ ശാസ്ത്രങ്ങളും ധാരാളമുണ്ട്. അവയുടെയൊക്കെ പിന്നാലെ പോയി ചാഞ്ചല്യത്തോടു കൂടി മനസ്സിനെ ചഞ്ചലമാക്കി മാറ്റുന്നവരാണ് ഭൂരിഭാഗവും. അപ്പോൾ ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുകയും അതേപോലെ തെറ്റായ ശാസ്ത്രങ്ങൾ നിരന്തരം പഠിക്കുകയും എല്ലാം ചെയ്ത് ഒരുപാട് ചാഞ്ചല്യ മനസ്സോടെ, ഒരുപാട് വേപത് പൂണ്ട മനസ്സോടെ ഒരുപാട് തെറ്റായ വഴികളിലൂടെ ജനങ്ങൾ സഞ്ചരിക്കുന്നു. അവിടെ ചിത്തം പതറുന്നു, അവരുടെ മനസ്സ് പതറുന്നു. വളരെ വലിയൊരു സത്യമാണ് നാം ഇവിടെ പറയുന്നത്. നാം ഒരുപാട് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരുപാട് തെറ്റായ വഴികളിലൂടെ, തെറ്റായ ശാസ്ത്ര സിദ്ധാന്തങ്ങളിലൂടെ എല്ലാം തന്നെ നാം കടന്നു പോകും. വളരെ നാൾ കഴിഞ്ഞിട്ടാണ് നാം മനസ്സിലാകുന്നത് നമ്മുടേത് തെറ്റായ വിശ്വാസമായിരുന്നു, തെറ്റായ ശാസ്ത്രങ്ങളെയാണ് ഞാൻ പിന്തുടർന്നത് എന്ന് മനസ്സിലാക്കി ശരിയായ പാതയിലേക്ക് വരും. അപ്പോഴേക്കും സമയം വളരെ കഴിഞ്ഞിരിക്കും. വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും കൂപ്പുകുത്തുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും അപ്പോൾ സാധകൻ ഉണ്ടാകുന്നത്. എന്നാലും അനേകം വഴികളിലൂടെ, തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് അല്ലയോ സാധക, നീ പാഴാക്കണ്ട നിൻ്റെ സമയം. യഥാർത്ഥ സമയമതമായ ഈ ശൈവ സമയത്തിലേക്ക് നീ കടന്നു വരൂ എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. ഒരുപാട് ശാസ്ത്രവിശേഷങ്ങളുണ്ട്. ഇപ്പോൾ ഭാരതത്തിൽ തന്നെ 6 ദർശനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ചാർവാക ദർശനം വരെയുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയെല്ലാം പാഞ്ഞ് സമയം കളയാതെ ഈ തികച്ചും ശിവാദ്വൈതത്തിലേക്ക് വരൂ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പൂർണ്ണമായ, ഏറ്റവും ശരിയായ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ശൈവമാർഗമാണ്, ഈ ശൈവാദ്വൈതമാണ്. ഈ ശൈവാദ്വൈതത്തിൻ്റെ മാർഗത്തിലേക്ക് അല്ലയോ സാധക നീ വന്നാൽ നിൻ്റെ ചിത്തത്തിനൊരിക്കലും ചാഞ്ചല്യമുണ്ടാകില്ല. നീ കാണേണ്ടത് കണ്ടു കഴിയും, നീ കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞിരിക്കും. അങ്ങനെ നിൻ്റെ ശരിയായ പാതയിലൂടെ വളരെ വേഗത്തിൽ നിനക്ക് സാക്ഷാത്കാരമാകുന്ന ആ മോക്ഷ പഥത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. ചാഞ്ചല്യം തീർത്ത് തൻ കടലിന തന്നോൻ, എൻ്റെ എല്ലാ ചാഞ്ചല്യങ്ങളെയും തീർത്ത് അങ്ങയുടെ പാദങ്ങൾ എനിക്ക് നൽകി. അപ്പോൾ ഇതേവരെ ഞാൻ അനേകം
തെറ്റായ വിശ്വാസങ്ങളുടെ പിന്നാലെയാണ് പാഞ്ഞു പോയിരുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ആ ചാഞ്ചല്യം തീർത്ത് എൻ്റെ മനസ്സിനെ അങ്ങ് ശരിയായ ശൈവമാർഗത്തിലേക്ക്, ശൈവ സമയത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അങ്ങനെ ശൈവ അദ്വൈതത്തിലേക്ക് അങ്ങ് എന്നെ എത്തിച്ചതോടുകൂടി എൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യമെല്ലാം അവസാനിച്ചു. ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അത് അങ്ങയുടെ കഴലിണയാണ് ഈ സത്യം എനിക്ക് കാണിച്ചു തന്നത്. നാം നേരത്തെ കണ്ട ശക്തി നിപാതത്തിലൂടെ അദ്ദേഹം ശരിക്കും സാക്ഷാൽ ശിവപദത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ചെയ്തിയെ വാഴ്ത്തി നാം ഭഗവാന്റെ ഓരോരോ പ്രവൃത്തികളെ വാഴ്ത്തി നമുക്ക് ശിവസ്തുതി നടത്തി ആ ശിവമാർഗത്തിലൂടെ ശിവാദ്വൈതത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ് മാണിക്യവാചകൻ ഈ പാടലിൽ പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ. വാനവും വായുവും നീർനിലം അഗ്നിയും നാശമാർന്നീടിലും തൻ നശിച്ചിടാത്തോൻ ഊനമുയിരും എന്നുണർവും എൻ ചിത്തവും ഞാനും നശിക്കുമാറാക്കിയ വൃത്താന്തം നാവിനാൽ വാഴ്ത്തി നാം തെല്ലേണം കൊട്ടാമേ. അപ്പോൾ ശിവഭഗവാൻ ഒരിക്കലും നശിക്കുന്നില്ല, അനശ്വരനാണ്. ആദിമധ്യാന്തഹീനനായ ശിവഭഗവാൻ ഒരിക്കലും ജനിക്കുന്നുമില്ല, ഒരിക്കലും മരിക്കുന്നുമില്ല. ശാശ്വതമായ സത്യമാണ് ശിവം എന്ന് പറയണം. നോക്കൂ, വാനവും വായുവും നീർനിലം അഗ്നി, അതായത് പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, ജലം, ഭൂമി, അഗ്നി, ഇതെല്ലാം നാശമാർന്നീടിലും നശിച്ചു പോയേക്കാം. അപ്പോൾ പഞ്ചഭൂതങ്ങൾ അത്രയും നശിച്ചു പോയേക്കാം. എന്നാലും ഈ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച ശിവൻ ഒരിക്കലും നശിക്കുന്നില്ല. താൻ നശിച്ചിടാത്തോൻ ശിവൻ ഒരിക്കലും നാശമില്ല. ശിവൻ സൃഷ്ടിച്ച പ്രപഞ്ചങ്ങൾ, അതേപോലെ പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാം സംഹാരത്തിന് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ വരെ നശിച്ചു പോയേക്കാം ഒരു കാലത്ത്. അപ്പോഴും ശിവൻ കുടികൊള്ളുന്നു, ശിവൻ നിലകൊള്ളുന്നു. എക്കാലത്തും എന്നും ശിവൻ അനശ്വരനായി നിലകൊള്ളുന്നു. ഊനും ഉയിരും എൻ ഉണർവും എൻ ചിത്തവും ഞാനും നശിക്കാം. ഈ ഞാൻ, എന്നിലുള്ള ഉയിര്, ജീവൻ പോകാം, ജീവൻ നശിക്കാം. നമ്മുടെ ജീവൻ എത്ര നാളാണ് ഈ ശരീരത്തിൽ കുടികൊള്ളുക എന്ന് പറയാൻ പറ്റില്ല. ഈ ജീവൻ ഏത് നിമിഷവും നമ്മളെ വിട്ടു പോകാം. പിന്നെ ഉണർവും നമ്മെ വിട്ടു പോകാം, നമ്മുടെ മനസ്സും നമ്മെ വിട്ടു പോകാം, ബോധവും നമ്മളെ വിട്ടു പോകാം, എൻ ചിത്തവും, എൻ്റെ മനസ്സും എന്നെ വിട്ടു പോകാം. അങ്ങനെ എന്നിലെ ഈ ഭാവങ്ങളെല്ലാം നശിച്ചു പോകാം. ഈ ഞാനെന്ന ഭാവം, എന്നിലെ ഞാനെന്ന ഭാവമെല്ലാം നശിച്ചു പോകാം. എന്നാലും നശിക്കാത്ത ഒരു ഞാനുണ്ട്, നശിക്കാത്തൊരു ശിവൻ എന്നിലുണ്ട്. ഒരിക്കലും നശിക്കാത്ത ശിവോഹം എന്ന എൻ്റെ അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനൊരിക്കലും നാശമില്ല. എൻ്റെ ഹൃദയവാസിയായ ശിവന് ഒരിക്കലും നാശമില്ല. എൻ്റെ ഉയിര് നശിക്കാം, എൻ്റെ ഉണർവ് നശിക്കാം, എൻ്റെ ചിത്തം നശിക്കാം. പക്ഷേ എന്നിലെ ഹൃദയവാസിയായ ശിവന് ഒരിക്കലും നാശമില്ല. ഞാനെന്ന ഭാവം നശിച്ചാലും ഞാനെന്ന ശിവം എക്കാലവും കുടികൊള്ളും. വിണ്ണവർ കാര്യനായി, ദൈത്യർക്ക് വിത്തായി, മർത്യർക്ക് മരുന്നായോൻ, തിരുമാലും ബ്രഹ്മാവും കരുതൽ നിധിയായി കാണുന്നോൻ, ഭക്തർ നാം കൺകുളിർക്കും വിധം മുന്നിൽ വന്നെത്തിയോൻ, എൻ ഉടയോൻ, എന്നാൽ എന്നെ കാത്ത് രക്ഷിക്കണമേ. അപ്പോൾ വിണ്ണവർക്കാദ്യനായി, വിണ്ണവർ ദേവന്മാർക്ക് ആദ്യനായി, അസുരന്മാർക്കും ആദ്യനായി, മർത്യർക്ക് മരുന്നായിട്ടുള്ളവൻ, അതേപോലെ തിരുമാലിനും വിഷ്ണുവിനും ബ്രഹ്മാവിനും അതേപോലെയുള്ള ദേവാദികളായ എല്ലാവർക്കും പിതാവായിട്ടുള്ളവൻ,
കരുതൽ നിധിയായി കാണുന്നോൻ. എൻ്റെ നിധിയാണ് ശിവൻ. ഭക്തർ നാം, അങ്ങനെയുള്ള ഭക്തരായ നാം കൺകുളിർക്കും വിധം മുന്നിൽ വന്നെത്തിയോൻ. എൻ്റെ കുളിർക്കത്തക്ക വിധത്തിൽ, എൻ്റെ കണ്ണിന് നിർവൃതി നൽകുന്ന വിധത്തിൽ എൻ്റെ മുന്നിൽ ഭഗവാൻ ശിവൻ ഇതാ വന്നു നിൽക്കുന്നു. എൻ്റെ ഉടയോനായ, എൻ്റെ യജമാനനായ ശിവൻ ഇതാ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. ഈ ഭഗവാനെ ഞാൻ പാടി പുകഴ്ത്തി വന്ദിക്കട്ടെ. വിണ്ണവർക്കാദ്യനായി, ദൈത്യർക്ക് വിത്തായി, മർത്യർക്ക് മരുന്നാവോൻ, തിരുമാലും ബ്രഹ്മാവും കരുതൽ നിധിയെ കാണുന്നോൻ. ഭക്തർ നാം കൺകുളിർക്കും വിധം മുന്നിൽ വന്നെത്തിയോൻ, എന്നുടയോൻ എന്നോതി തെള്ളേണം കൊട്ടാമേ. കുലം വാഴ്ത്തി, കൊക്കിൻ ചിറക് വാഴ്ത്തി, കോൽവളയിട്ടോരും അരുമയെ വാഴ്ത്തി, നഞ്ചുണ്ട തേവരെ വാഴ്ത്തിപ്പാടി, നീർതിങ്ങും തില്ലയിൽ അമ്പലത്തിൽ ആടുന്നോരീശൻ്റെ ചിലമ്പ് നൃത്തം പാടിനാം വാഴ്ത്തിത്തള്ളേണം നാം. അപ്പോൾ ശിവൻ്റെ കാൽപാദങ്ങൾ അണിഞ്ഞ ചിലമ്പുകളുടെ ആ ശബ്ദമുഖരിതമായ അന്തരീക്ഷം എൻ്റെ ഹൃദയത്തിൽ ഓളം വെട്ടുന്നു. തില്ലയമ്പലത്തിൽ ആടുന്ന ഈശൻ, തില്ലയമ്പലത്തിൽ ചിദംബരത്തിൽ ആടുന്ന, ശിവതാണ്ഡവമാടുന്ന ആ ശിവേശൻ്റെ ചിലമ്പ് നൃത്തം ഞാനിതാ കേൾക്കുന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ശിവൻ്റെ നൃത്തവിശേഷം മാണിക്യവാചകർ നേരിൽ കാണുകയാണ്. ചിദംബരത്തെ, ആ തില്ലയമ്പലത്തിലെ ചിദംബരത്തെ ശിവഭഗവാൻ നൃത്തമാടുന്നത് ഇതാ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ആ ചിലമ്പ് നൃത്തം എൻ്റെ കാതുകളിൽ കേൾക്കുന്നു. അപ്പോൾ ആ നാദവും ആ ശബ്ദവും എല്ലാം എന്നിൽ തന്നെ അലിഞ്ഞലിഞ്ഞ് ചേരുന്നു. അപ്പോൾ ശിവഭഗവാനെ കാണാൻ എനിക്ക് കഴിയുന്നു, തൊടാൻ എനിക്ക് കഴിയുന്നു, സ്പർശിക്കാൻ എനിക്ക് കഴിയുന്നു. അതേപോലെ ആ ചിലമ്പ് നൃത്തം കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എനിക്ക് ശിവനെ ഇതാ അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, തൊടാൻ പറ്റുന്നു, അതേപോലെ തന്നെ മണക്കാൻ പറ്റുന്നു. ഇങ്ങനെ എല്ലാമായ ആ ശിവഭഗവാന്റെ ചിലമ്പ് നൃത്തം ഞാനിതാ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ശിവഭഗവാന്റെ കുലത്തെ ഞാനിതാ വാഴ്ത്തുന്നു. തലയിൽ ചോടിയിരിക്കുന്ന കൊക്കിൻ ചിറകിനെ ഞാൻ വാഴ്ത്തുന്നു. കോൽവളയിട്ടോ ഉമയെ വാഴ്ത്തുന്നു. തൊട്ടരികിലുള്ള കോൽവളയിട്ട ഉമാദേവിയെ ഞാൻ വാഴ്ത്തുന്നു. നഞ്ചുണ്ട തേവരെ ഞാൻ വാഴ്ത്തുന്നു. വിഷപാനം ചെയ്ത, കാളകൂട വിഷം ഭക്ഷിച്ച ശിവനെ ഞാൻ ഇതാ വാഴ്ത്തുന്നു. നീതിങ്ങും തില്ലയമ്പലത്തിൽ ആടുന്നോരീശൻ്റെ ചിലമ്പ് നൃത്തം ഞാൻ പാടുന്നു. അപ്പോൾ ആ ചിലമ്പ് നൃത്തം, ശിവതാണ്ഡവം എനിക്ക് കൺകുളിർക്കെ കാണാൻ കഴിയുന്നു. അപ്പോൾ മാണിക്യവാചകർ ചിദംബരേശനെ ഇതാ സാക്ഷാത്കരിക്കുകയാണ്, നേരിട്ട് കണ്ട് അനുഭവിക്കുകയാണ്. ശിവനൃത്തം കണ്ട് ആസ്വദിച്ച് ശിവഭഗവാനെ നേരിട്ട് അനുഭവിക്കുന്ന മാണിക്യവാചകരെയാണ് നാം കാണുന്നത്. അതെവിടെ? തില്ലൈ ദേവാലയത്തിൽ, ആ ചിദംബര ക്ഷേത്രത്തിലെ നടരാജനെ ഞാനിതാ കാണുന്നു. അപ്പോൾ ചിദംബരേശൻ, അപ്പോൾ മാണിക്യവാചകരും ചിദംബരത്തിലെ ശിവനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ചിദംബരത്തിൽ വച്ചിട്ടാണ് മാണിക്യവാചകർ തിരുവാചകം എഴുതിയത് എന്നോർക്കുക. ചിദംബരേശൻ്റെ കയ്യൊപ്പോടു കൂടിയാണ് തിരുവാചകം പുറത്തേക്ക് വന്നത്. അങ്ങനെ ശിവഭഗവാന്റെ കയ്യൊപ്പോടുകൂടി പ്രകടമാക്കപ്പെട്ട ഈ തിരുവാചകത്തിൽ സാക്ഷാ ശിവഭഗവാന്റെ ചിലമ്പ് നൃത്തം ഇതാ മാണിക്യവാചകർ കാണുകയും ആ ചിലമ്പ് നൃത്തത്തിൻ്റെ നാദധ്വനി ഹൃദയത്തിൽ ആവാഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാദബിന്ദുക്കൾ ഒന്നിച്ചു ചേർന്ന്
മാണിക്യവാചകരെ ശിവനാക്കി മാറ്റുന്ന അത്ഭുതകരമായ രാസപ്രക്രിയയാണ് നാം കാണുന്നത്. ഇവിടെ മാണിക്യവാചകർ സാക്ഷാൽ ശിവസ്വരൂപമായി നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇതാ മാണിക്യവാചകർ ശിവതാണ്ഡവ നൃത്തമാടുന്നു. ഈ നൃത്തത്തോടൊപ്പം നമുക്കും നൃത്തമാടാം. നൃത്തത്തിൽ ലയിച്ച് നമുക്കും ആത്മനിർവൃതിയിലേക്ക് എത്തിച്ചേരാം. ഇതോടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഓം ശിവായ നമഃ.